ഹേ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ കോണ്ടൻ്റ് ഒന്നും ഇടാതെ വെച്ചിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം. ബട്ട് ഡിലേയുടെ റീസണിങ് ഞാൻ പറയാം. എനിക്ക് വർക്ക് ലോഡ് കുറച്ച് കൂടുതലായിരുന്നു. നമ്മുടെ ഓൾറെഡി നമ്മൾ ക്യാൻസൽ ചെയ്ത പ്രോജക്റ്റിൻ്റെ പുറകിൽ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഇൻഡിവിജ്വൽ പ്രോജക്റ്റ്, നമ്മുടെ സർവീസസ് കുറച്ചുകൂടി നമ്മൾ സ്ട്രീം ലൈൻ ചെയ്യാൻ പോവാണ്. ഗോം ഡിജിറ്റൽ കൺസൾട്ടൻസിക്ക് ആകെ 2 സർവീസുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സർവീസസും നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈവൻ യൂട്യൂബ് മെൻറ്റർഷിപ്പ് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്തു മീൻസ് സക്സസ്ഫുള്ളി ക്ലോസ് ഡൗൺ ചെയ്തു. നമ്മൾ 50 ക്ലയൻറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, ഇനി ആളുകളെ എടുക്കുന്നില്ല, വെയിറ്റിംഗ് ലിസ്റ്റ് മാത്രമാക്കി. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബട്ട് നിങ്ങൾക്കൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഒരു ക്രിയേറ്ററാണ്, നിങ്ങളൊരു മൈക്രോ ക്രിയേറ്ററാണ്, അതായത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നൊരു ഇൻഫ്ലുവൻസറാണ്. നിങ്ങൾക്ക് ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 10,000-ന് താഴെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പറ്റും. ബ്രാൻഡ് പ്രൊമോഷൻസ്, ബ്രാൻഡ് കൊളാബറേഷൻസ് എല്ലാം കൂടി ചേർത്തിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഇബാദ് റഹ്മാൻ ടെക് പോലെയുള്ളവർ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, അന്ന് ഞാനത് കേട്ടില്ല. അന്ന് എന്തോ എൻ്റെ ഈഗോ അത് കേൾക്കാൻ സമ്മതിച്ചില്ല. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്, അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേഷൻ മാത്രം ഫോക്കസ് ചെയ്യരുത്, നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാനും കൂടി വേണമെന്നുള്ളത്. എന്ത് ബിസിനസ് പ്ലാൻ ആണെന്നുള്ളത് അന്ന് എനിക്ക് തിരിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇന്ന് എനിക്കറിയാം, ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ട് ഓവർ നടത്തുകയാണെങ്കിൽ, ഞാൻ ഒന്നേന്ന് യൂട്യൂബ് തുടങ്ങുകയാണ്, ഒന്നേന്ന് ഇൻസ്റ്റഗ്രാം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ എക്സാക്ട് സിസ്റ്റം കോപ്പി ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത്, നിങ്ങളുടെ കോണ്ടൻറ്റ് എപ്പോഴും ഒരു ബ്രാൻഡ് ഫ്രണ്ട്ലി കോണ്ടൻ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ബ്രാൻഡ് ഫ്രണ്ട്ലി കോണ്ടൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്ത് ബ്രാൻഡ് പറയുന്നതെല്ലാം പച്ചവെള്ളം പോലെ നിങ്ങൾ ഛർദ്ദിച്ച് വെക്കുന്നതല്ല ബ്രാൻഡ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. വളരെ ഒതൻറ്റിക് ആയിട്ട് കോണ്ടൻറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെയാണ് കൂടുതലും ബ്രാൻഡുകൾ പ്രിഫർ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഓഡിയൻസുമായിട്ടുള്ളൊരു ട്രസ്റ്റും ഒരു കമ്മ്യൂണിക്കേഷനും ഒരു ബോണ്ട് ബിൽഡ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് കൊടുക്കുന്ന വാല്യൂ, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആവാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാല്യൂ ആവാം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫീലിംഗ് ആവാം. അത് ഏത് തരത്തിലുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിലും ആ വാല്യൂ പ്രോപ്പർലി ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളൊരു ഫുഡ് വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട്, അൺബയസ്ഡ് ആയിട്ട് ഫുഡ് റിവ്യൂസ് ചെയ്യുക. നിങ്ങളൊരു ഫാഷൻ വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ആളുകൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഫാഷൻ്റെ കാര്യം പറയാം. അതായത് ഇപ്പോൾ ഒരു ക്ലോത്ത് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയാം. എന്നാൽ പറയുന്ന സമയത്ത് നിങ്ങൾ ബ്രാൻഡിനെ ഒരിക്കലും ഡീഫെയിമും ചെയ്യാൻ പാടില്ല. ഈ ഒരു മെറ്റീരിയൽ പോരാ, അവർക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാം, മേ ബി അടുത്ത തവണ അവർ ഇറക്കുന്നത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഇറക്കുമായിരിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിന് പ്രോപ്പർലി ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ബ്രാൻഡ് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് എന്താണോ, ആ പ്രോഡക്റ്റിനെ ഡീഫെയിം ചെയ്യാതിരിക്കുക. ക്രിട്ടിസൈസ് ചെയ്യാം, ഡീഫെയിം ചെയ്യരുത്. രണ്ടാമത്തത്, ഒരു ബ്രാൻഡ് എസ്തെറ്റിക് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഞാൻ ടെക്നിക്കലി എൻ്റെ ബ്രാൻഡ്, എൻ്റെ ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം ഒഴിച്ച് ഏത് നോക്കിക്കഴിഞ്ഞാലും ബ്രാൻഡ് എസ്തെറ്റിക്കും കാര്യങ്ങളൊന്നുമില്ല. ഐ മീൻ, എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല, എനിക്ക് ചെയ്യാൻ മടി എന്നുള്ളതാണ് ഫാക്റ്റ്. എനിക്ക് അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യണ്ട. അതുകൊണ്ട് ഞാനൊരു ബ്രാൻഡ് എസ്തെറ്റിക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഡാനിയൽ ഡിലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള വീഡിയോസിന് മൊത്തം ഒരു എസ്തെറ്റിക് ഉണ്ടായിരിക്കും. മാർക്കസ് ബ്രൗൺലി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വീഡിയോസിന് മൊത്തം ഒരു എസ്തെറ്റിക് ഉണ്ടായിരിക്കും. ഈ ഒരു എസ്തെറ്റിക് എപ്പോഴും നിങ്ങളുടെ വീഡിയോയിൽ കൊണ്ടുവരിക. മൂന്നാമത്തത്, ബ്രാൻഡ് ഔട്ട്റീച്ച്. നിങ്ങളൊരു ബഡ്ഡിങ് മൈക്രോ ക്രിയേറ്ററാണ്. നിങ്ങളെ അന്വേഷിച്ച ഓപ്പർച്യൂണിറ്റി ആദ്യം വരില്ല. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളുടെ കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുന്ന നീഷിലുള്ള ഒരു 15 ബ്രാൻഡുകൾ എടുക്കുക. ആ ബ്രാൻഡുകളെടുത്ത് പറയുക, ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു മൈക്രോ ഇൻഫ്ലുവൻസറാണ്, എനിക്ക് ഒരുപാട് നല്ല വീഡിയോസ് നിങ്ങളുടെ ബ്രാൻഡ് ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഇത്ര നമ്പർ ഓഫ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സാണ് എനിക്കുള്ളത്. നമുക്കൊരു മ്യൂച്വൽ കൊളാബറേഷനിൽ എത്താൻ പറ്റുമോ? ആദ്യത്തെ തവണ അവർ ചിലപ്പോൾ പ്രോഡക്റ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക, മേ ബി പേയ്മെൻറ്റ് അല്ലെങ്കിൽ പേ ചെയ്യണമെന്നില്ല. ആദ്യം നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ആ വീഡിയോ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ല. അത് മാക്സിമം എഫേർട്ട് ഇട്ട് ആ വീഡിയോ നെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാമ്പയിൻ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ റീച്ച് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഔട്ട് റീച്ച് ചെയ്യാം. അവർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരും. ഐ മീൻ,
ദിസ് വർക്ക്സ്. ഞാനിത് ചുമ്മാ നിങ്ങൾക്ക് ഒരു കോണ്ടൻറ്റിന് വേണ്ടിയിട്ട് വെറുതെ നിങ്ങൾക്ക് പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഈ ഒരു പരിപാടി വർക്കാവും. ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് നമ്മുടെ ഡിസ്കോഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം. നമുക്കതിനകത്ത് സംസാരിക്കാം, ബ്രെയിൻ സ്റ്റോം ചെയ്യാം, ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോ പ്ലീസ് ജോയിൻ. ഓക്കെ, ബൈ.